ഇന്ന് രാത്രി ഒരു കളി നോക്കളെ, അർജന്റീന ഇംഗ്ലണ്ട്. ഈ കളി എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ഫുട്ബോൾ മാച്ച് മാത്രമല്ല, ഇതിന് ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട്. 1966 അർജന്റീന ഇംഗ്ലണ്ടും തമ്മിൽ കളിച്ച കളി അന്ന് മുതൽ അടി തുടങ്ങിയതാണ്. അർജന്റീനയുടെ ക്യാപ്റ്റൻ ആന്റോണിയോ റാറ്റിൻ എന്ന് പറഞ്ഞ ചങ്ങായി റെഡ് കാർഡ് കിട്ടിയിട്ട് 8 മിനിറ്റോളം ഗ്രൗണ്ട് വിടാതെ നിന്നു. ആ കളിയിൽ ഇംഗ്ലണ്ട് ജയിച്ചു. കളിക്ക് ശേഷം ഇംഗ്ലണ്ടിന്റെ കോച്ച് ആൽഫ്രാൻസി അർജന്റീന കളിക്കാരെ ആനിമൽസ്, മൃഗങ്ങൾ നിരെ വിളിച്ച് വിശേഷിപ്പിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതലാണ് ഇവർ തമ്മിലുള്ള വൈര്യം കൂടുതലായത്. 1982 ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ നടന്ന അൺഡിക്ലെയർഡ് വാറുണ്ട്. അത് 10 ആഴ്ചയോളം നീണ്ടുന്നത്. ഫോക്സ്ലാൻഡ് എന്നറിയപ്പെടുന്ന ദ്വീപുകളെ ചൊല്ലി അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ നടന്ന ഏകദേശം 10 ആഴ്ചയോളം നീണ്ട യുദ്ധം നടന്നിട്ടുണ്ട്. അത് 1982 അപ്പോൾ അതിനുശേഷം 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് 1986 കളി നടക്കുന്നത്. അപ്പോൾ ആ യുദ്ധം നടന്നതിന് ശേഷം ഈ മത്സരം നടക്കണോണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളുടെയും ചരിത്രവും ദേശീയ അഭിമാനങ്ങളും വികാരങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിയ ഒരു മാച്ചായിരുന്നു 1986 അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. അങ്ങനെ ആ കളിയിലാണ് മറഡോണ ആൻസ് ഓഫ് ഗോൾ എന്ന് പറഞ്ഞറിയപ്പെടുന്ന ഗോൾ നേടിയിട്ട് ആ ഗോളിന് ശേഷം 4 മിനിറ്റിന് ശേഷം വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും സൂപ്പർ ഗോൾ, വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ ഓഫ് ദി സെഞ്ചുറി എന്നറിയപ്പെടുന്ന ഗോൾ മറഡോണ നേടിയിട്ട് അന്ന് 2-1 ഇംഗ്ലണ്ടിനായിട്ട് നമ്മൾ ക്വാർട്ടർ ഫൈനൽ ജയിച്ചു. പിന്നെ ബെൽജിയത്തിനെ സെമി ഫൈനൽ തോൽപ്പിച്ചിട്ട് ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ചിട്ടാണ് 1986 മറഡോണ കപ്പടിച്ചത്. പിന്നെ 1998 അർജന്റീന ഇംഗ്ലണ്ടും തമ്മിൽ കളിച്ചപ്പോൾ ബെക്കാമിന് റെഡ് കാർഡ് ഇട്ട് ബെക്കാമ് പുറത്തായി. അന്ന് ഇംഗ്ലണ്ടുകാർക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട വ്യക്തിയായി ബെക്കാം മാറി ആ ഒരൊറ്റ ലോബിന് ശേഷം. പിന്നെ അതേ ബെക്കാമ് 2002 തിരിച്ചു വന്നിട്ട് അർജന്റീനക്കെതിരെ പെനാൽറ്റി ഗോൾ അടിച്ചിട്ട് അർജന്റീന തോൽപ്പിച്ച് അർജന്റീന പുറത്താക്കി. ഇതാണ് അർജന്റീന ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ചരിത്രം ചുരുക്കി പറഞ്ഞാൽ. ഇവിടെ കണക്കുകളോ പേപ്പറിൽ ഏത് ടീമാണെന്നുള്ള വലുതല്ല. രണ്ട് ടീമിനും അഭിമാന മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമുകളും തമ്മിൽ മുട്ടുമുണ്ടല്ലോ. നല്ല സൂപ്പർ മാച്ചാവും, നല്ല വികാരപരമായ മാച്ചും ആയിരിക്കും. എന്തായാലും അവസാന വിസിൽ വാങ്ങുന്നവരെ രണ്ട് ടീം വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മാച്ച് അത് ചരിത്രവും നാടകീയതയും വികാരവും ഒരുമിക്കുന്ന മറ്റൊരു ലോകത്തിന്റെ കഥയാണ്. ആസ് എൻ അർജന്റീന ഫാൻ എനിക്ക് എന്തായാലും അർജന്റീന ജയിക്കണം എന്ന് തന്നെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ സ്കോർ താഴത്ത് പ്രഡിക്റ്റ് ചെയ്യും.